ഇപ്പൊ സന്ദീപ് വാര്യര് ബി.ജെ.പി വിട്ട് UDF ചേർന്നിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം ഇത്രയും കാലം UDF-നെയും LDF-നെയും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയും നിരന്തരമായിട്ട് സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായ സമയത്ത് അത് BJP-യെ ബാധിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കില്ല എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ പാർട്ടിയോ അല്ലെങ്കിൽ വ്യക്തികളുടെ പാർട്ടിയോ അല്ല. അത് ഒരുപാട് ബലിദാനികളുടെ പാർട്ടിയാണ്. വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് പാലക്കാട് വന്ന് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് വിസ്താരകന്മാരുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്ന് വിചാരിച്ച് സംഘടനയ്ക്ക് വേണ്ടി, ആദർശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ഒരിക്കലും ഈ ഭാരതത്തെ അതിന്റെ പരമവൈഭവത്തിൽ എത്തിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് ആദർശങ്ങൾ മുറുക്കെ പിടിച്ച് പ്രവർത്തിക്കുന്ന കുറേ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ പാർട്ടിയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന് വേണ്ടി മാത്രം ഇന്നലെ വരെ പറഞ്ഞിരുന്ന ആദർശങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും സത്യങ്ങളും ഒക്കെ മാറ്റി പെട്ടെന്നൊരു ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ആ ആദർശങ്ങളും നിലപാടുകളും ഒക്കെ മാറ്റി പറഞ്ഞ് നട്ടല്ലില്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ BJP-യിൽ നിന്ന് അങ്ങ് പോയി എന്ന് വിചാരിച്ച് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്കൊന്നും വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കാനോ ഒന്നുമില്ല. പാലക്കാട്ടെ കാര്യം പറയുകയാണെങ്കിൽ പാലക്കാട് ആര് പോയാലും ആര് വന്നാലും പാലക്കാട്ടെ ആദർശമുള്ള അല്ലെങ്കിൽ ശ്രീനിവാസേട്ടൻ എന്താണ്, സഞ്ജിത്തേട്ടൻ എന്താണ്, അവരാർക്ക് വേണ്ടിയാണ് ബലിദാനികളായ എന്നുള്ള നല്ല ബോധമുള്ള പാലക്കാട് ജനങ്ങൾ തീർച്ചയായിട്ടും പാലക്കാട് BJP-യോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് അത് മതിയല്ലോ. നരേന്ദ്രമോദിയെ വർഗീയവാദി എന്ന് അദ്ദേഹം വിളിച്ചിരുന്നു. എന്താണ് അതിനോടൊരു അഭിപ്രായം? ഇന്നലെ വരെ നരേന്ദ്രമോദിയെ ഹീറോയാണെന്ന് പറഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നരേന്ദ്രമോദി ഭിന്നിപ്പുണ്ടാക്കി ഭരിപ്പിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ, എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ പണം കിട്ടിയാലോ അല്ലെങ്കിൽ സ്ഥാനമാനം കിട്ടിയാലോ അതിനനുസരിച്ച് അപ്പുറത്തോട്ട് ചാടാൻ നിൽക്കുന്ന ഒരാൾക്ക് നിലപാടുണ്ടോ അല്ലെങ്കിൽ നട്ടലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിപ്പോ നമ്മൾ എന്തിനാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നാട്ടുകാർ കാണുന്നതല്ലേ. നമസ്കാരം. ഇപ്പൊ പാലക്കാട് BJP-യുടെ പ്രവർത്തനം എല്ലാവരും പറയുന്നത് BJP വിജയിക്കുമെന്നാണ്. പക്ഷേ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അവസാന ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അടിപതറുന്ന സാഹചര്യം. കഴിഞ്ഞ വട്ടവും 3900 വോട്ടിന് BJP തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ അതിനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് വർക്കുകൾ നടക്കുന്നത്. തൃശ്ശൂരത്തേതുപോലെ തന്നെ വളരെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു വിജയം പാലക്കാടും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോ 3000 സംതിങ് വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് അത്ര ചെറിയൊരു ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസത്തിൽ എങ്ങനെയാണ് തോറ്റത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോട്ട് മറിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇത്തവണ തീർച്ചയായിട്ടും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പക്ഷെ ഇത്തവണ കൃഷ്ണകുമാറേട്ടൻ തന്നെ ജയിക്കും. അത് നമുക്ക് ഇനിയുള്ള 23-ാം തീയതി അവസരമുള്ളൂ, കാണാലോ. തൃശ്ശൂർ നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. തൃശ്ശൂർ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു ജയിക്കും. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വനിതകളുടെ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പൊ ഇത്രയേറെ വനിതകൾ അല്ലെങ്കിൽ അമ്മമാര് നമ്മളെ നെഞ്ചോട് ചേർത്ത് നമ്മൾ ഓരോ ബൂത്തുകളിലും പോകുമ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം, അവർ അതിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫാമിലിയിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത് പലർക്കും ഊഹിക്കാൻ സാധിക്കില്ല. അത്രയും ഒരു നിങ്ങൾ വർഗീയ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരുന്ന BJP ഇപ്പൊ ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക്, മുസ്ലിം കുടുംബങ്ങളിലേക്ക്, അതുപോലെ ഹൈന്ദവ കുടുംബങ്ങളിലേക്കും ഒക്കെ ജാതി മതഭേദമന്യേ രാഷ്ട്രീയമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ആദർശമായിട്ട് തന്നെ അമ്മമാര് നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. ഇത്തവണ പാലക്കാട് കൃഷ്ണകുമാറേട്ടൻ ജയിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയമില്ല. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, പാലക്കാട് BJP-യുടെ പ്രവർത്തനത്തിൽ സംതൃപ്തി ഉണ്ടോ? സംതൃപ്തിയുണ്ട്. കാരണം നമുക്കറിയാലോ, ഇവിടെ മാറി മാറി ഭരിച്ചിട്ടും ഇവിടെ വികസനങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെയുള്ള നല്ലൊരു കോളേജുകളില്ല, പിന്നെ അതുപോലത്തെ ആശുപത്രി ഇല്ല. ഇവിടെയുള്ള അമ്മമാരും ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖല നോക്കുമ്പോൾ എല്ലാവരും പഠിക്കുന്നത് കോയമ്പത്തൂരിലേക്കാണ്. ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കൃഷ്ണകുമാർജി തന്നെ ജയിക്കും, ഉറപ്പാണ്. നിങ്ങൾ ഈ നഗരത്തിലെ BJP-യുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്വാധീനം കണ്ടിട്ടാണോ ജയിക്കുമെന്ന് പറയുന്നത്? പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരുന്നു? പഞ്ചായത്ത് തലങ്ങളിൽ ഇറങ്ങി ചെന്നിരുന്നു. അവിടെയും നല്ല റെസ്പോൺസ് ആണ്. ജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളും പറയണത്. കാരണം അവർക്ക് മടുത്തു, ഈ ഒരു ഭരണം മടുത്തു അവർക്ക്. ഷാഫിയുടെ ഭരണവും പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ. ബാക്കി രണ്ടും, അതായത് സരീനായിക്കോട്ടെ മാങ്കൂട്ടായിക്കോട്ടെ, രണ്ടുപേരും ഇവിടെയുള്ള ആൾക്കാരല്ല. കൃഷ്ണകുമാർജി എന്ന് വെച്ചാൽ ഇവിടെ തന്നെയുള്ള ആളാണ്. അതുകൊണ്ട് ഇവിടെയുള്ള അമ്മമാര് പറയാം, ഞങ്ങൾ ഇവിടുത്തെ ആൾക്കെ വോട്ട് കൊടുക്കുന്ന ഞങ്ങൾ പോയ സമയത്ത് അവരൊക്കെ പറയുന്നത്. ഇവിടെയുള്ള SDP അടക്കമുള്ള സംഘടനകൾ UDF-നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് അവർ കൂടി UDF-ന്റെ ഒപ്പം നിൽക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയില്ല? ഒരിക്കലും ബാധിക്കില്ല. ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസും CPM-ന്റെ കൂട്ടുകെട്ടൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവർ മാറില്ല.
ഉറപ്പായിട്ടും പ്രതിരോധിക്കാൻ സാധിക്കുമോ? മുനിസിപ്പാലിറ്റിക്ക് പുറമെ ബിജെപിക്ക് സാധിക്കും, ഉറപ്പാണ്. ആ രീതിയിലുള്ള സംഘടനാ വർക്കോട് നടന്നു. ആ തീർച്ചയായും ഉറപ്പാണ്. തൃശ്ശൂരിലെ പോലെ ഒരു അട്ടിമറി വിജയം പാലക്കാട് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കല്ലേ, ജയിച്ചു കഴിഞ്ഞു ഞങ്ങള്, ഉറപ്പല്ലേ, ജയിച്ചു. നമസ്തേ. ചേച്ചി, മഹിളാ മോർച്ചയുടെ പ്രവർത്തനം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു? സജീവമായിരുന്നോ? തൃശ്ശൂരിനെ പോലെ വലിയ ഒരു മാറ്റത്തിനുള്ള ഒരു സാധ്യത എവിടെയുണ്ടോ? തീർച്ചയായിട്ടും മഹിളാ മോർച്ച മാത്രമല്ല, മഹിളാ പ്രവർത്തകരെല്ലാവരും തന്നെ, നമ്മുടെ പ്രവർത്തകരുടെയൊക്കെ അമ്മമാര്, സഹോദരങ്ങളടക്കം ഇത്തവണ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിലാണ്. 3-4 മാസമായി എല്ലാവരും സജീവമായി ബൂത്തിലെ പ്രവർത്തനത്തിലുണ്ട്. സജീവം തന്നെ. മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. കോങ്ങാട് മണ്ഡലത്തിന്റെ ബിജെപിയുടെ പ്രസിഡന്റാണ്. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ വട്ടവും അവസാന ഘട്ടം എത്തുന്ന സമയത്ത് പാലക്കാട് ബിജെപിക്ക് അടിപതറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത്തവണ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഇത്തവണ പഴുതടച്ചിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. 5-6 മാസം മുതലേ തന്നെ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവല് ക്ലിയർ ആക്കി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മാക്സിമം നമ്മുടെ വർക്കിന്റെ അങ്ങേയറ്റം നമ്മൾ താഴെത്തട്ടിൽ വരെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങളായിട്ട് LDF ഉം UDF ഉം ബിജെപിക്കെതിരെ വരുന്നുണ്ട്. അത് ബിജെപിയുടെ വിജയിക്കുമെന്നുള്ള ഒരു സാധ്യത ഉള്ളതിന്റെ പേരിലാണ്. അതെന്താ സംശയം? അത് തന്നെയാണ് സംശയം. ഞങ്ങൾ ജയിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് നമ്മുടെ മേലിൽ പല കുറ്റങ്ങളും ചേരാനല്ലേ സാധിക്കുള്ളൂ. വഖഫ് ബോർഡിന്റെ വിഷയമെല്ലാം പൊതുസമൂഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് നിങ്ങളെപ്പോലുള്ള സംഘടനയുടെ കാര്യകർത്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട്? ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബൂത്തിൽ ഓരോ വീടുകളിലും വഖഫ് ബോർഡിന്റെ വിഷയം വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പാലക്കാട് CPM-ന്റെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട്, പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെയെല്ലാം പോയി സമ്പർക്കം നടത്തുന്ന സമയത്ത് എന്താണ് നിലവിൽ അവരുടെ പ്രതികരണങ്ങൾ? എന്താണ്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടാകും? വർഷങ്ങളായി CPM-ൽ വോട്ട് ചെയ്തിരുന്ന ജനങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ വീടില്ല, ടോയ്ലറ്റ് പോലും ഇല്ലാത്ത വീടുകളാണ് നമ്മൾ മാത്തൂര് കണ്ണാടി പഞ്ചായത്തിൽ. സത്യം പറഞ്ഞ സങ്കടം തോന്നും, ടോയ്ലറ്റ് പോലും ഇല്ല. അപ്പൊ ഇത്രയും വർഷം അവർക്ക് വോട്ട് ചെയ്തിട്ട് അവർക്ക് ഉള്ളുകൊണ്ട് നല്ല വേദനയുണ്ട്. ഇത്തവണ എല്ലാം ഒരു മാറ്റം അവർ ഉള്ളുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് തന്നെയാണ് ഇത്തവണ നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് കിട്ടിയ അനുഭവം. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ചെങ്കോട്ട എന്ന് പറഞ്ഞിരുന്ന ഈ പറയുന്ന ഈ കണ്ണാടി പഞ്ചായത്ത്, അത് ഈ പ്രാവശ്യം തകർക്കാൻ പറ്റുമോ? താമര വിരിയിക്കാൻ പറ്റുമോ ആ ഒരു പ്രദേശങ്ങളിൽ? തീർച്ചയായിട്ടും 100% താമര വിരിയിച്ചിരിക്കും. പാലക്കാട് താമര വിരിയും, ഉറപ്പാണ്. നമസ്കാരം. പാലക്കാട് ഇത്തവണ പ്രതീക്ഷ അത് അവസാന നിമിഷം കൈവിടുമോ? ഇല്ല, ഒരിക്കലും കൈവിടില്ല. ഈ പ്രാവശ്യം എന്തായാലും കൃഷ്ണമാരാട്ടം ജയിക്കും. കാരണം ഇപ്പൊ കാലുമാറി പോയവർ തന്നെ ഏറ്റവും വലിയൊരു കാരണമാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരൊരു റെസ്പോൺസ് എങ്ങനെയാണ്? റെസ്പോൺസ് ഇപ്രാവശ്യം എന്തായാലും ജയിക്കുന്നത് തന്നെയാണ്. വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അവര്. ഈ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യും, പറയല്ല ചെയ്യും, ഉറപ്പ്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? എങ്ങനെയുണ്ട് ബിജെപി? അടിപൊളിയാ, സംതൃപ്തിയുണ്ടോ? എല്ലാ മേഖലയിലും എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചു. എങ്ങനെയുണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ? പ്രവർത്തനങ്ങളൊക്കെ ഇപ്രാവശ്യം കൂടുതലാണ്. എന്തായാലും ജയിക്കും തന്നെയാണ്. ജയിക്കുമെന്ന് പറയുന്നത് എന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? എല്ലാ വർഷവും ഇതുപോലെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതിന് ഈ പ്രാവശ്യം കൂടുതൽ പ്രവർത്തനവും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് 2 പാർട്ടിക്കാരെ കൊണ്ട് ഉപകാരമില്ലെന്ന്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം BJPക്ക് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രധാനമായിട്ട് BJP അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിടയിലേക്ക് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഈ വോട്ട് BJPക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളൊരു ആശയം മുന്നോട്ട് വെക്കില്ല. അതെന്താ? ആശയങ്ങൾ മോദിജിയുടെ എല്ലാ ഉപകാരങ്ങളും ആൾക്കാർ ഉപയോഗിക്കണ്ടല്ലോ. അപ്പൊ ആ ഉപയോഗം അവർക്ക് മനസ്സിലാവല്ലോ. മോദിജിയുടെ കാരണമാണ് ലൈഫ് ലൈനിൽ വീട് കിട്ടുന്നതും പിന്നെ സുകന്യ സമൃദ്ധി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പൊ അവരെന്തായാലും ഇപ്രാവശ്യം BJPക്ക് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.